നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 832 ടുഡേ ഫസ്റ്റ് ശ്ലോക ഓഫ് പ്രഥമസ്കന്ധം 9th ചാപ്റ്റർ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രതാസുതം. ഓം തത്സത്. പ്രഥമസ്കന്ധത്തിലെ 9ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. 832 ദിവസം. സൂത ഉവാച ഇതി ഭീത പ്രജാദ്രോഹാത് സർവധർമ്മ വിവിത്സയാ തദോ വിനശനം പ്രാഗാദ്യത്ര ദേവവ്രതോപതത്. ഓം തത്സത്. അതായത് ഇപ്രകാരം പ്രജകൾക്ക് താൻ ദ്രോഹം ചെയ്തു എന്നുള്ള ആ ഭയത്തോടു കൂടിയിട്ട് ഏതു ദിക്കിലാണോ ദേവവ്രതൻ, അതായത് ഭീഷ്മപിതാമഹർ പതിച്ചു കിടക്കുന്നത്, സർവധർമ്മങ്ങളും എല്ലാ ധർമ്മങ്ങളും അറിയുന്ന ആ പിതാമഹൻ്റെ അടുത്തേക്ക് അവിടെ നിന്നും എല്ലാവരും കുരുക്ഷേത്രത്തിൽ നിന്നും എല്ലാവരും അവിടെ ഹസ്തിനപുരത്തിൽ നിന്നും കുരുക്ഷേത്രത്തിലേക്ക് യാത്രയായി. ഭഗവാൻ ഈ ധർമ്മപുത്രരുടെ മനസ്സിൽ ഇപ്രകാരം ഒരു ഭയത്തെ ജനിപ്പിച്ചത് ഭീഷ്മപിതാമഹൻ്റെ അടുത്ത് ചെന്ന് ധർമ്മങ്ങളൊക്കെ അറിയണം എന്നുള്ള ആഗ്രഹം അവനിലുണ്ടാകാനാണ്. അപ്രകാരം ധർമ്മപുത്രർക്ക് ഭയമുണ്ടാവുകയും ആ ഭയത്തെ അകറ്റുവാനായിട്ട് സർവ്വധർമ്മങ്ങളും അറിയുവാൻ വേണ്ടി ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക് എല്ലാവരും ചേർന്ന് പോയി. ഭീഷ്മപിതാമഹൻ സ്വച്ഛന്ത മൃത്യുവാണ്. അവിടെ ശരശയ്യയിൽ ഉത്തരായണ കാലത്ത് തൻ്റെ മരണത്തെ കാത്ത് കിടക്കുകയാണ്. അപ്രകാരം തൻ്റെ ഹൃദയത്തിൽ ഉള്ള ഭീതി അകറ്റുവാനായിട്ട് ധർമ്മപുത്രരും കൂട്ടരും അങ്ങോട്ടേക്ക് യാത്രയായി, കുരുക്ഷേത്രത്തിലേക്ക് യാത്രയായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. സൂത ഉവാച ഇതി ഭീത പ്രജാദ്രോഹാത് സർവധർമ്മ വിവിത്സയാ തദോ വിനശനം പ്രാഗാദ്യത്ര ദേവവ്രതോപതത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.